നമ്മൾ സ്വയം പണിയെടുക്കുന്നതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളത്. റിവേഴ്സ് സൈക്കോളജി ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാൻ കഴിയും. ആളുകൾക്ക് എപ്പോഴും അവനവരെ ചൂസ് ചെയ്യാനാണ് ഇഷ്ടം. ആരെങ്കിലുമൊക്കെ ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല. തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരുന്ന ആളുകളോട് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സമയം എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് പറയാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്കത് ഈ റിവേഴ്സ് സൈക്കോളജി ഉപയോഗിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികളോടാണെങ്കിൽ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് പറ്റുന്ന 2 ചോയ്സ് കൊടുക്കുക. അവർക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം നാളെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണോ ദോശയാണോ വേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ തീർച്ചയായും ആ 2 ഒരെണ്ണമായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് കീപ്പറാണ് നിങ്ങളെങ്കിൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇതിന് വില എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ആ ഡ്രസ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, അത് മാഡത്തിന് ഞാൻ വേറെ കാണിച്ചു തരാം എന്ന് പറയുകയാണെങ്കിൽ പൈസ കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അയാളുടെ മുമ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യണം എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യണം, ഞാൻ അത്ര പാവപ്പെട്ട ആളൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഈഗോനെ റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.